ഈ സ്ലാബ് ഉണ്ടല്ലേ, ഈ സ്ലാബ് ഇങ്ങനെ പൊക്കണം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുക്കി വെച്ചതാണ്. അതായത് മുമ്പത്തെ പഴയ കല്ലും മുള്ളും ഇതൊക്കെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതെന്ത് ചെയ്യും, പിന്നെ അത് എടുത്തിട്ട് ഇപ്പോൾ ഓറിനിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും, ജനാസ് ഒരു 10 ആൾക്കാരോ അല്ലെങ്കിൽ 5 ആൾക്കാരോ 8 ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, സ്ലാബ് മാറ്റിയിട്ട് മറവ് ചെയ്ത് മണ്ണിട്ടിട്ട് ഈ സ്ലാബ് ഇതിന് മുകളിൽ വെച്ചിട്ട് ആ പുല്ല് ഇടാണ്ടില്ല. അതേപോലെ എല്ലാ ഓപ്ഷനും ഉണ്ടാവും. അതിൻ്റെ സമയത്തൊക്കെ പറഞ്ഞാൽ 100 കണക്കുണ്ടാവും. ഉണ്ടാവില്ല, അങ്ങനെ ഇതിന് ടൈമുണ്ട്. ആ ടൈം ഇനിയിപ്പോൾ ഇവിടെ അല്ലേ, അപ്പോൾ അത് അതേപോലെ ഉണ്ടാവും. ഇവിടെ ഫുള്ളായതിനു ശേഷം അടുത്തൊരു സ്ഥലം ഉണ്ടാവും. എല്ലാവർക്കും പഠിക്കാറാണ്. ഇതിന് വല്ലപ്പോൾ ആയിട്ടാവും. ഇതിപ്പം മണ്ണുണ്ടാവും. ഈ ഓരോരുത്തരുടെ കവറാകുമ്പോൾ ഈ മണ്ണ് എന്ത് ചെയ്യും, മാറ്റിയിട്ട് കുറച്ചുകൂടി ഇതിങ്ങനെ അടിയിക്ക് എന്നാൽ പിന്നെ ഒരു പൊത്തേക്കാണ്. ആ പൊത്തേക്കാണ് ജനാസ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തുക. കോൺക്രീറ്റ് സ്ലാബ് പോലെ ഇങ്ങനെ ഇവിടെ വരുന്നതേ. ഇവിടെ നിന്നാണ് കബർ വരാൻ കാണാൻ കഴിയും. അവിടെ പോയാൽ കാണാം. ഇവിടെ ഇപ്പോൾ കാണുന്ന വലിയ കബർ ഖദീജ ബീവിൻ്റെ, അതിൻ്റെ പുറത്തുള്ളത് ഖാസിം എന്നവരുടെ അല്ലെങ്കിൽ അബ്ദുള്ള എന്ന് പറയും. രണ്ട് കുട്ടികളെ അടുത്ത് തന്നെയാണ്. ഒരു കബറുള്ള ഒന്നുകിൽ ഖാസിമിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ മറ്റുള്ളത്. ഇവിടെ നിന്നാണ് കാണുന്ന മാതിരി അവിടെ നിന്നാണ്. നമുക്ക് സിയാറത്ത് അവിടെ നിന്നായി, പക്ഷേ കാണല് ഇതല്ലേ ഖദീജ ബീവിൻ്റെ ആണ് ആ വലിയ വട്ടം. അതിൻ്റെ അടുത്തുള്ള ചെറിയ വട്ടം മൂത്ത മോനായിട്ടുള്ള ഖാസിം എന്നിവരുടേതാണ്. കാണുന്നുണ്ടോ ആ മൂലക്കുള്ള കേട്ടോ. السلام عليكم يا